ഹലോ നമസ്കാരം. എൻ്റെ ലൈഫിൽ ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ള 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഒരു ചോക്ലേറ്റ് കേക്ക് വഴിയാണ് ആഷിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഡോക്ടർ അഷ്ന. പിന്നെ കുറേ കേക്ക്സായി, കുറേ വർത്താനായി. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ആരൊക്കെ ആയിട്ട് മാറുകയും ചെയ്തു. ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഫ്ലവേഴ്സ്, പിന്നെ ഒരു ബുക്ക്. ഇപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണല്ലോ. ഈ ബ്രേക്ക് ടൈമിലൊക്കെ എൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ളത് ആഷി തന്നിട്ടുള്ള ഈ ബുക്കാണ്. ബെന്യാമിൻ്റെ മൾബറി എന്നോട് നിൻ്റെ സോബിയെക്കുറിച്ച് പറയൂ എന്ന ഈ ബുക്ക്. മഞ്ഞവെയിൽ മരണങ്ങൾ വായിച്ചപ്പോൾ കിളി പോയിട്ടുള്ള ആളാണ് ഞാൻ. ഈ ഒരു ബുക്ക് വായിച്ച് തുടങ്ങിയപ്പോൾ ഇതൊരു ഫിക്ഷനാണെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങോട്ട് വായിക്കുന്തോറുമാണ് അല്ല, ഇതൊക്കെ തന്നെയും എനിക്കും കൂടെ പരിചയമുള്ള സ്ഥലങ്ങളും ആളുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി ഇത് ഫിക്ഷനായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങിയത്. ഈ പുസ്തകം ഞാനുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാരണം ഇന്നെനിക്ക് ഈ ഒരു കേക്കിനെ കുറിച്ചുകൂടെ പറയാനുണ്ട് കുറച്ച്. പിറവത്തുനിന്ന് സ്വാജിയാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ പ്ലേസ് ചെയ്തത്. മോളുടെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള മാംഗോ കേക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ശരീരം അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ള മാതിരി. അതേമാതിരത്തെ ഒരു അവസ്ഥ ഈ കേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ, ഈ കാണുന്ന സമയത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എത്ര വിചാരിച്ചിട്ടും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആക്ച്വലി വൈകിട്ട് 6 മണിക്ക് കേക്ക് കൊണ്ടുപോകാം, അപ്പോഴത്തേക്കും കൃത്യം ആ സമയത്ത് തന്നെ എത്തണം, ലേറ്റ് ആവരുതെന്നൊക്കെ പറഞ്ഞതായിരുന്നു. 6 മണിയല്ല, 7 മണിക്ക്. 6 മണിക്ക് സ്വാജി പിറവത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 7 മണി എന്നുള്ളത് നമുക്കൊരു 8 മണിയാക്കാൻ പറ്റുമോ, 8 എന്നുള്ളത് 9 മണിയാക്കാൻ പറ്റുമോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെയായി ഇതിൻ്റെ സമയം. പക്ഷേ അപ്പോഴും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുറച്ച് ഇൻകൺവീനിയൻസ് സഹിച്ചിട്ടാണെങ്കിലും ശരി, എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചിട്ട് എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു അഷുറൻസ് ഒക്കെ തന്ന് രാവിലെ വന്ന് കളക്ട് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരാണ് സ്വാജിയും ഫാമിലിയും. എനിക്ക് അവരോടുള്ള താങ്ക്സ് എത്ര പറഞ്ഞാലും തീരില്ല. ഈ കേക്ക് ഒരു യെല്ലോ കളറ് കുറച്ച് കൊടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഒരു ഉറപ്പുണ്ടായില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാനത് ഫിനിഷ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കായിരുന്നു എല്ലാം കൊണ്ടും. അപ്പോൾ ഈ വർക്കിനെ പറ്റിയിട്ട് കുറച്ച് പറയാണ്ട് ഈ വീഡിയോ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാജി താങ്ക്സ് എ ലോട്ട്. കാരണം അത് സ്വാജിയുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഇല്ലെങ്കിൽ എനിക്ക് ഈ വർക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലമായ അവസ്ഥേനെയും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വീണ്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്